ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കിഡിലനായിട്ടുള്ള ഒരു ഇഫ്താർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഒന്നും എടുക്കുന്നില്ല, മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. ഒരു പഫ്സിന്റെ ഒക്കെ ടേസ്റ്റ് വരുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. പക്ഷെ അടിപൊളിയാണ് കഴിക്കാൻ, എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പൊ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ലേറ്റ് ആകാതെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 2 കപ്പ് മൈദയാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. നമുക്കിത് ഗോതമ്പ് പൊടി വെച്ച് ചെയ്യാം, പക്ഷെ മൈദ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ചേർക്കാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ ഈസ്റ്റ് ആണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി പൊങ്ങി വന്നതിന് ശേഷം. അപ്പൊ അത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അതുകൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നത് ഇളം ചൂടുവെള്ളത്തിലാണ്. അപ്പൊ നമ്മൾ ചൂട് കൂടി പോകരുത്, കൈ ഇട്ട് കഴിഞ്ഞാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുണ്ടല്ലോ, ആ ഒരു ചൂടേ വേണ്ടുള്ളൂ, ഇല്ലെങ്കിൽ ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല. അപ്പൊ നമുക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പൊ കുറച്ചായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. നമ്മളിത് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവണം വരെ കുഴച്ചെടുക്കണം, എന്നാലേ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നന്നായിട്ട് കൗണ്ടർ ടോപ്പിലോ എവിടെയെങ്കിലും ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഈ ഒരു കുഴച്ചെടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട സമയം നമുക്ക് വേണ്ടുള്ളൂ. വളരെ സിമ്പിൾ ആണ് ഇത് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളിപ്പോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന്റെ മേളിലും അതുപോലെ തന്നെ നമ്മൾ അതൊന്ന് പൊക്കിയിട്ട് അതിന്റെ താഴെയൊക്കെ ആയിട്ട് നന്നായിട്ട് എണ്ണയാക്കി കൊടുക്കുക. കാരണം ഇത് പൊങ്ങി വരുന്ന സമയത്ത് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ബൗളിന്റെ സൈഡിലേക്കായിട്ടും താഴെ ഒന്ന് ഇതുപോലെ എണ്ണയാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 1-1.5 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും അത് പൊങ്ങി കിട്ടും. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കണം. അപ്പൊ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചെറുതായിട്ട് നുറുക്കിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് അതിന്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാണ് കേട്ടോ വേണ്ടത്. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഏകദേശം ഒരു പഫ്സിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പഫ്സിന്റെ മസാല ഉണ്ടല്ലോ, അപ്പൊ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നന്നായിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഏകദേശം 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൂടി ചേർത്തിട്ട് അതിന്റെ കൂടെ ഞാൻ 1 പച്ചമുളക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ 2 പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ചേർത്തിട്ടുള്ളൂ. അപ്പൊ അതുകൂടെ ചേർത്തിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളിന്റെ ആ ഒരു പച്ചമണം മാറണ വരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിന്റെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ആ ഒരു പച്ചക്കുത്തൊന്ന് മാറി കിട്ടണം. ഇതിൽ ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകിന് പകരം മുളക് പൊടി ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് മസാലേന്റെ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ മസാല ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഈ സമയം തന്നെ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് അതൊന്ന് 2 പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കണം. അപ്പൊ നമുക്ക് മസാല ഇനി തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പൊ നമ്മുടെ മാവ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ഡബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇട്ട് കുഴച്ച് ഒരുപാട് നേരമായിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിൽ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഇതേപോലെ ഒന്ന് കാണിച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ഏകദേശം ഒരേ സൈസിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. 5-6 പീസാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ പരത്തേണ്ട ആവശ്യമില്ല, കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. ഇത് നമ്മൾ മൈദ നല്ലപോലെ സോഫ്റ്റായി കുഴച്ചതുകൊണ്ടാണ് ഇങ്ങനെ വലിക്കുമ്പോൾ പെട്ടെന്ന് കീറിപ്പോകുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ മസാല വെച്ചിട്ട് അതിനകത്തോട്ട് പകുതി പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഓരോ ഭാഗവും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം.
അപ്പൊ എല്ലായിടെയും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഉണ്ടാവുക. ഉള്ളിൽ ആ ഒരു മുട്ട പകുതി അങ്ങനെ ഇരിക്കണോണ്ട് തന്നെ കുട്ടീസിനാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാവും കഴിക്കാനായിട്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ഒട്ടിച്ച ഭാഗമൊക്കെ നന്നായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ഒന്ന് ബോൾ ആക്കി എടുക്കാൻ കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പൊ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്, ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പൊ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടി ഒന്ന് റോൾ ചെയ്തെടുത്താൽ കുറച്ചും കൂടി ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഷേപ്പ് കിട്ടും. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം. മസാല വെക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു മാവിന്റെ വലുപ്പത്തിനനുസരിച്ച് മസാല വെച്ച് കൊടുക്കണം. അപ്പൊ മുട്ട വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഇത് റോൾ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒട്ടിക്കുന്നത് നല്ലോണം ശ്രദ്ധിക്കണം, കാരണം ഇതിൽ നമ്മൾ ഈസ്റ്റ് ഇട്ട് കുഴച്ചത് കൊണ്ട് തന്നെ ഒട്ടിച്ചതൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് ഒട്ടിയിട്ടില്ലെങ്കിൽ എണ്ണയിൽ ഇടുമ്പോൾ ചിലപ്പോൾ അത് വിണ്ട് വരും, എന്ന് വെച്ചാൽ തുറന്നു വരും. അതുകൊണ്ട് നല്ലപോലെ ഒട്ടിച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പൊ നന്നായിട്ട് നമുക്കിത് എല്ലാ ഭാഗം അവസാനം ഒരുമിച്ചാക്കിയിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ. അപ്പൊ അത് നമ്മുടെ അടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക, കാരണം ഉള്ളു കുറച്ച് വേവാനുണ്ടാവും. എന്നാലും ഒരുപാടൊന്നും ഉണ്ടാവില്ല, കുറച്ച് തിന്നായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്നാലും ഉൾഭാഗം വേവിച്ചെടുക്കണം. പെട്ടെന്ന് തീ കൂട്ടി വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് കളറാക്കി എടുക്കരുത്. അപ്പൊ ഒരു സൈഡിൽ ചെറുതായിട്ട് കളറാവുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ 2 സൈഡും നന്നായിട്ട് റെഡി ആവണം കേട്ടോ. ഇതിപ്പോ 2 സൈഡും നല്ല കളറായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എടുത്ത് മാറ്റാം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എണ്ണയൊന്നും അധികം കുടിച്ചിരിക്കില്ല. അധികം നല്ല എണ്ണ ഒട്ടും ഉണ്ടാവില്ല, നമ്മൾ ഇങ്ങനെ ഈസ്റ്റൊക്കെ ഇട്ട് കുഴച്ച മാവല്ല, അതുകൊണ്ട് അധികം എണ്ണയൊന്നും കുടിക്കില്ല. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്തത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യണേ ഫ്രൈ പാനിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് എണ്ണ കുറവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കുഴിയുള്ള പാത്രത്തിൽ ഫ്രൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് അടുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക മേൾഭാഗമൊക്കെ. പിന്നെ കുറച്ചൊന്ന് തണുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കഴിക്കാം. അപ്പൊ അതേ നമ്മളിവിടെ ഇത് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ കുട്ടീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. അപ്പൊ എന്തായാലും നോമ്പിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഉച്ചക്കൊക്കെ കുഴച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വൈകുന്നേരം എടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്കിത് തുറക്കുമ്പോൾ തന്നെ കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ബണ്ണ് മാതിരിയാണ് ഇതിന്റെ ഉൾഭാഗം ഉണ്ടാവുക. ആ ഒരു ബണ്ണിന്റെ ടേസ്റ്റുമാണ് അതിന്റെ ആ ഒരു തൊലിക്ക് ഉണ്ടാവുക. അപ്പൊ ഫില്ലിങ്ങും അതുപോലെ തന്നെ മുട്ടയും ഒക്കെ കൂടിയായിട്ട് സംഭവം അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് ഇഷ്ടമാവും. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി കിടുക്കൻ ഇഫ്താർ റെസിപ്പി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.